ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും റെസിപ്പി ഒന്നുമല്ല കേട്ടോ, ഇന്നും ചെറിയൊരു മോർണിംഗ് വ്ളോഗാണ്. കുറച്ച് കാര്യങ്ങളെല്ലാം സംഭവങ്ങളൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയൊരു മോർണിംഗ് വ്ളോഗ്. അപ്പോൾ എന്താ, രാവിലെ രണ്ടുപേരും സ്കൂളിൽ പോകാൻ ഒരുങ്ങി. അച്ചു നേരത്തെ അങ്ങ് പോയി. അക്കു ദാണ്ട് ഇവിടെ വന്നിരുന്ന എല്ലാ ദിവസവും ഓരോ റീൽസൊക്കെ ഇങ്ങനെ ഇതേപോലെ എടുത്തിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. പിന്നെ ഇന്നലെ രാത്രിയിൽ കുറച്ച് ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ആയപ്പം കുഴപ്പമില്ല, നല്ല പരുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും സ്കൂളിൽ പോയി. ഞാൻ പിന്നെ വീട്ടിൽ വന്ന് തൂപ്പും തുടപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കലത്തേനുള്ള പരിപാടികളൊക്കെ നോക്കി. അങ്ങനത്തെ അരി അടപ്പിട്ടു, അരി തിളയ്ക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് ചക്കക്കുരുവൊക്കെ ഇട്ട് ചെറിയൊരു അവിയൽ ഒരു നേരത്തെ തന്നെ വെക്കത്തുള്ളൂ. രാത്രിയിൽ മിക്കവാറും ദിവസങ്ങളിൽ ചപ്പാത്തി ആയിരിക്കും, അപ്പോൾ അതിന് വേറെ എന്തെങ്കിലും കറികളാണ് ഉണ്ടാക്കുന്നത് പതിവ്. പിന്നെ ഇത് രാവിലെ ഇഡലിക്ക് ഉണ്ടാക്കിയ സാമ്പാറുണ്ട്. രാവിലെ കാപ്പിക്ക് ഇഡലി സാമ്പാറുമായിരുന്നു. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കുറച്ചെടുത്തൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫ്രൈ ചെയ്യാനായിട്ട് ദാണ്ട് മസാലയൊക്കെ ചേർത്ത് പിന്നെ അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് ചേർത്തിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാലുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ഉറ ചെയ്യാനായിട്ട് ആ പാലും തിളപ്പിച്ച് വെച്ചു. അന്നേരമാണ് ഓർത്ത് രാവിലെ തുണി കഴുകിയിട്ടിരുന്നത്. ഇവിടെ 1-2 ദിവസം കൊണ്ട് പിന്നെ നല്ല കാറ്റുണ്ട് കേട്ടോ, അപ്പം ഈ തുണികൾ ക്ലിപ്പിട്ടാലും ഇതേപോലെ അങ്ങ് പറന്ന് പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരപ്പ് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനെടുത്തിട്ടു. ഞാൻ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് 2 കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചിക്കൻ വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചിക്കനും വറുത്തെടുത്തു. ഇനി കഴിക്കാനായിട്ട് സാമ്പാറും അവിയലും ചിക്കൻ ഫ്രൈയും പിന്നെ ഈന്തപ്പഴത്തിൻ്റെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ.